സോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ ഫോണായിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോഴായിട്ടാണ് CMFൻ്റെ ഫോൺ 1 ആണ്. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യാം. സാധാരണ ഇതിൽ മറ്റേ ഫ്ലിപ്കാർട്ടുകാർ കൊണ്ടുവന്നിട്ട് പൊട്ടിച്ചൊക്കെയാണ് തന്നത്. അപ്പോൾ ഇത് എനിക്ക് ഇന്ന് രാവിലെ മറ്റേ ഞാൻ CMFൻ്റെ ഹെഡ്ഫോൺ ഇട്ടില്ലേ, അതേപോലെ തന്നെ പൊട്ടിക്കാതെയാണ് തന്നത്. സീലിലൊന്നും പൊട്ടിച്ചിട്ടില്ല. നമുക്കിത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ആദ്യം സ്റ്റിക്കർ പൊളിക്കാം. ഓക്കെ, അതിലിത് വോയിഡ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് മേളിൽ സ്റ്റിക്കർ എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ സാധാരണ ഇതിൽ ഫ്ലിപ്കാർട്ടിൽ അവന്മാർക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെയാണ് കൊണ്ടുവന്ന് തരുന്നത് പൊട്ടിച്ചിട്ട്. അപ്പോൾ ഇത് എന്തോ ഭാഗ്യത്തിന് ഇന്ന് കൊണ്ടുവന്ന ചേട്ടന്മാർ നല്ല ചേട്ടന്മാരായിരുന്നു. അവരെ എനിക്ക് പെട്ടിയുടെ സീല് പൊട്ടിക്കാൻ തന്നെ വന്ന് വളരെ നന്ദിയുണ്ട് അവർക്ക്. അപ്പോൾ ഇത് പോന്നില്ലല്ലോ. അവരാണെങ്കിൽ സാധാരണ രീതിയിൽ എന്താ പറയുക, ഇത് പൊട്ടിച്ചിട്ട് അവർ വലിച്ചു വാരിയിട്ടൊക്കെയാണ് പോകാറ്. മിക്കപ്പോഴും കണ്ടേക്കണത് ഞാൻ അങ്ങനെ തന്നെയാണ്. എൻ്റെ ബാക്കിയുള്ള ഫോണൊക്കെ വെച്ചാണെങ്കിലും അങ്ങനെ തന്നെയായിരുന്നു. ഇത് ഇവർ പെട്ടിയൊക്കെ നൈസാക്കിയിട്ടുണ്ട്. നേരത്തെ പെട്ടി ഇങ്ങനെ കീറിക്കളയാൻ പോലായിരുന്നല്ലോ. ഇപ്പോൾ പെട്ടി നൈസ് പെട്ടിയുണ്ട്. നത്തിങ്ങിൻ്റെ സെയിം തന്നെയാണ്, പൊക്കണ രീതിയിലുള്ള പെട്ടിയാക്കിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ ഇത് തുറക്കുമ്പോൾ തന്നെ ഫോൺ കാണാം. ഫോൺ നമുക്ക് അടുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ പെട്ടിക്കകത്ത് എന്താ ഉള്ളത് നോക്കാം. പെട്ടിക്കകത്തൊരു ടൈപ്പ് സീറ്റ് കേബിളുണ്ട്. പിന്നെന്താ ഇതിൻ്റെ അകത്തൊന്നുമില്ല. ഇതിൻ്റെ അകത്തൊരു ഈ പിന്നുണ്ട്, ആകെ ഒരു പിന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് അത്ര ഒരു സൈഡിൽ അത്രയാണുള്ളത്. പിന്നെ അപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഒന്നുമില്ല. ആകെ ഒരു ടൈപ്പ് സി ചാർജർ. ടൈപ്പ് സി കൊടുത്തേക്കണം നന്നായി. പിന്നെ യൂസർ മാനുവൽ ആരും വായിക്കാത്ത കുറേ ബുക്കാണ്. പക്ഷേ സാധാരണ രീതിയിൽ ഇത് എന്താ പറയുക, ഭയങ്കര കുറേ പേപ്പറുള്ള രീതിയിലാണ് വരുത്താറ്. പക്ഷേ ഇത് ഇവർ കറക്റ്റായിട്ട് കുറച്ചേ ഉള്ളൂ. അത്യാവശ്യം എന്താണുള്ളതെന്നുള്ളത് മാത്രം. വാറൻറ്റി ഇൻഫർമേഷൻ അങ്ങനെ എന്തോ ആണ് ഇതിലിരുന്നത്. അപ്പോൾ ഞാനത് കറക്റ്റായിട്ട് വായിച്ചു നോക്കിയില്ല. പിന്നെ ടൈപ്പ് സി ആയതുകൊണ്ട് നമുക്ക് PD ടൈപ്പ് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ PD ചാർജർ പോലത്തെ ചാർജറൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് കുത്താം, നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ. മറ്റേ ലാപ്ടോപ്പിൻ്റെയൊക്കെ ചാർജറല്ലേ, 44 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജ് വരെ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അറിയില്ല, ഞാൻ എന്തായാലും എൻ്റെ കയ്യിലുള്ള IQൻ്റെ ചാർജർ വെച്ച് തന്നെ ചാർജ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ പെട്ടിയൊക്കെ എടുത്ത് മാറ്റി വെച്ചേക്കാം. എന്തായാലും ഇതാണ് ഒരു ചാർജർ. ഓക്കെ, നമുക്ക് പഴയ പോലെയല്ല, പെട്ടിയിൽ ഇപ്പോൾ ചാർജറും കാര്യങ്ങളൊന്നും വരില്ലല്ലോ. ആകെ ഉള്ളത് ഒരു USB കേബിൾ മാത്രമാണ്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ USB കേബിൾ വരും, അതിൻ്റെ കൂട്ടത്തിൽ ഹെഡ്ഫോൺ വരും, എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതാണ് അതിൻ്റെ ചാർജർ. ഓക്കെ, ഇതാണ് ഫോൺ നമുക്ക് അൺബോക്സ് ചെയ്യാം. വെളിച്ചിങ്ങെടുക്കാം. ഓയ് എന്ത് രസം. അപ്പോൾ ഇത് ഞാനിപ്പോൾ അതൊന്ന് തുറന്നു നോക്കിയായിരുന്നു ആദ്യമേ. എന്നിട്ട് ഞാനതിൻ്റെ ഇതായത് എന്ത് രസം നോക്ക്. ഫോൺ നല്ല രസമുണ്ട്. CMF നത്തിങ് എന്നൊക്കെ എഴുതും. ഞാൻ ഓൾറെഡി സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി ലോഗിനായി വരാനൊക്കെ ആയിട്ട് ഞാൻ ഓൾറെഡി വന്നപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് പുറത്ത് കയറി എല്ലാം കൂടി സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇത് കണ്ടില്ല, ഓടിപ്പോണൊക്കെ കണ്ടോ, നല്ല രസമുണ്ട്. ലോഡിങ്ങൊക്കെ കാണാൻ, ബൂട്ടിങ്ങൊക്കെ പക്കെ കാണാൻ. അപ്പോൾ ഇതാണ് ഫോൺ. ഒരു സെക്കൻഡ്, ഞാൻ അതിൻ്റെ പിന്നൊന്നടിച്ചോട്ടെ, ഒരു സെക്കൻഡ്. അപ്പോൾ നമുക്കിതിൻ്റെ മെയിനായിട്ട് ഞാനൊരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് ഇതിൻ്റെ യൂസർ എക്സ്പീരിയൻസ് റിവ്യൂ ഇടാം. ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റൊക്കെ അത്യാവശ്യം സ്നാപ്പിയാണ്, പെട്ടെന്ന് വരുന്നുണ്ട്, വേറെ ഇഷ്യൂസൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബ്ലാക്ക് തീമൊക്കെ നൈസാണ്. നമുക്കിതിൽ ഗൂഗിളിൻ്റെ ആപ്സ് മാത്രമാണ് വരുന്നത്. അത് നമുക്ക് ഡിസേബിൾ ചെയ്തിടാൻ പറ്റും, അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. ഡിസേബിൾ ചെയ്തിടാം, കുഴപ്പമൊന്നുമില്ല. ബോർഡ് വെയറോ ആർട്സോ ഒന്നുമില്ല. മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഒരു പ്യൂർ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ.